നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലെ 978 ഭൂ ഉടമകൾ കയ്യേറ്റക്കാരാണെന്ന് വനം വകുപ്പിന്റെ വിവരാവകാശ രേഖ. പട്ടയമുള്ളവർ ഉൾപ്പെടെ വർഷങ്ങളായി പ്രദേശത്ത് താമസിക്കുന്നവരാണ് പട്ടികയിലുള്ളത്. പട്ടികയ്ക്ക് പുറത്തു വന്നതോടെ കുടിയിറക്ക ഭീതിയിലാണ് നാട്ടുകാർ. ഞങ്ങളോട് കുടിയിറക്കി വിടാന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വിടാനാണ്, എന്ത് ചെയ്യാനാണ് സർക്കാരിന് അല്ലെങ്കിൽ ഫോറസ്റ്റുകാരെ എന്താ തീരുമാനം ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഞങ്ങളുടെ ആശങ്കയിലാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങൾക്കൊന്നുമില്ല. വേറെ ഒരു സ്ഥലമോ വീടോ താമസിക്കാനോ ജോലിയോ ഒരു കാര്യങ്ങളും ഇല്ല. ഇതിൽ ഇറക്കി വിടുന്നതിന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഈ റിപ്പോർട്ടിൽ ഷാജിയുടേതുൾപ്പെടെ നേര്യമംഗലം, മാമലക്കണ്ടം, കുളമാങ്കുഴി, 6 മൈൽ, ഇഞ്ചത്തൊട്ടി, കാഞ്ഞിരവേലി അടക്കമുള്ള പ്രദേശങ്ങളിലെ 978 പേരുടെ ഭൂമിയാണ് കയ്യേറ്റ ഭൂമികളുടെ പട്ടികയിലുള്ളത്. പട്ടികയിൽ ഉൾപ്പെട്ട പലരും വർഷങ്ങളായി പ്രദേശത്ത് താമസിച്ചു വരുന്നവർ. പട്ടയം കൈവശമുള്ളവരും വർഷാവർഷം കരം കെട്ടുന്നവരും പട്ടികയിലുണ്ട്. എൻ്റെ കാരണന്മാരായിട്ട് പടിക്കപ്പിൽ തന്നെ താമസിക്കുന്നയാളാണ്. 2019 പട്ടയം കിട്ടിയിട്ടുണ്ട്. ആദായങ്ങളുണ്ട്, വീടുണ്ട്, സ്ഥലമുണ്ട്. ഈ സ്ഥലം കുടിയിറക്കാനായിട്ട് സർക്കാർ വന്ന നടപടിയുള്ള കേസല്ല. 1970 ജനുവരി 1 മുൻപായി കുടിയേറിയവർക്ക് പട്ടയത്തിനുള്ള അവകാശമുണ്ട് എന്നാണ് നിയമം. എന്നാൽ കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയത് എന്നാണെന്നോ പട്ടികയിൽ റവന്യൂ പരിശോധന നടന്നിട്ടുണ്ടോ എന്നോ വനം വകുപ്പിന് വ്യക്തതയില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ലിസ്റ്റ് വന്നതിൽ വലിയ ആശങ്കയുണ്ട്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ട്. പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തും. അതിന് വരും ദിവസങ്ങളിൽ അതിന്റെ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് പോകും. സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മലയോര മേഖലയിൽ പുതിയ കയ്യേറ്റ പട്ടിക കൂടി പുറത്തു വന്നതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. മീഡിയ 1 ഇടുക്കി.